ചോദിക്കുന്നത് പ്രൊഫഷന്റെ ഭാഗമായി അഭിഭാഷകനാണ്, പ്രവർത്തകനുമാണെന്ന് വെച്ചോളൂ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു നിയമപരമായ കാര്യം ചോദിച്ചോട്ടെ. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ ശ്രീ കെ എസ് അരുൺകുമാർ? അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങൾ സോഴ്സ് ചോദിക്കരുത് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ, അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്നോട് സോഴ്സ് ചോദിക്കുന്നതിന്റെ അധാർമികത ആദ്യം ചൂണ്ടിക്കാണിക്കട്ടെ. മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ? ഇൻട്രോയ്ക്കുള്ള താങ്കളുടെ എതിർപ്പ്, താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മോട്ടിച്ചോ, കോടതിയിൽ കയറി മോട്ടിച്ചോ? എങ്ങനെ കിട്ടി നിങ്ങൾ ഇങ്ങനെ ഈ നിയമവിരുദ്ധ സാധനം? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഒരു കയ്യബദ്ധം കെ എസ് അരുൺകുമാർ, അല്ല അതൊക്കെ താങ്കളുടെ പണിയാ. പിന്നെ എവിടെ കിട്ടിയെന്ന് പറ. താങ്കളുടെ പണിയാണ്. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ. താങ്കൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. ആ രഹസ്യം ഈ ഭൂമിയിൽ രണ്ടാമതൊരാൾ അറിയില്ല. കോടതിയിൽ നിന്ന് കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? കോടതിയിൽ നിന്ന് കിട്ടിയോ? ആർക്ക് പേടിയെന്നേ? ആർക്ക് പേടി? ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. അതായത് ഞാൻ എന്റെ പോസ്റ്റിന്റെ ഭാഗമായി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൾ ഷീറ്റ്, ആ കോൾ ഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കോള് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകയുടെ ഫോണിലേക്കോ ആ ഫോണിൽ നിന്ന് പോയതോ അല്ല എന്ന് നിങ്ങൾക്ക് കേസില്ലല്ലോ. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. കെ എസ് അരുൺകുമാർ പണ്ട് പല മാധ്യമപ്രവർത്തനം വിളിച്ചതുപോലെ, SFI വിളിക്കുന്നത് പോലെ, ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ പാളയം സംസമിന് മുന്നിലാണെന്ന് SFI സംസ്ഥാന നേതാക്കൾ പറയുന്നത് പോലെ, ജനറൽ ഹോസ്പിറ്റലിന് മുന്നിൽ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് വരണേ എന്ന് SFI ജില്ലാ നേതാക്കൾ പറയുന്നത് പോലെ വിളിച്ചിട്ടുണ്ട് KSUക്കാർ. ഞങ്ങൾ എന്റെ ഒരു കാര്യം ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടാ? എന്റെ ചോദ്യം, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം ശ്രീ കെ എസ് അരുൺകുമാർ. ഇല്ലേ, അങ്ങനെ നീ പറയരുത്. ചില മര്യാദകളൊക്കെ ഉണ്ട്. ഒരു ധൈര്യക്കുറവുമില്ല. അതായത് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ, ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. പ്രതിയെ ഉൾപ്പെടുത്തുന്നു. ഇത് എന്റെ അപ്പനോട് പോയി പറയും എന്ന് പറയാൻ എനിക്ക് അറിയാമല്ലായിട്ടല്ല. നിങ്ങളെ ആശങ്കപ്പെടേണ്ട, പ്രതിക്ക് സമൻസ് കിട്ടും, പ്രതിക്ക് വിവരങ്ങൾ കിട്ടും. ആ സമയത്ത് പ്രതിക്ക് ഒരു സർട്ടിഫൈഡ് കോപ്പിക്ക് അപേക്ഷ കൊടുത്താൽ കിട്ടും. താങ്കൾക്ക് വേണമെങ്കിലും ഒന്ന് പോടോ. അതൊക്കെ കിട്ടിക്കോളും. 10 ഫോൺ കോൾ വെച്ചിട്ട് മൂക്കി കയറ്റുമെന്നാണോ അരുണിന്റെ വിരട്ടൽ, CPM-ന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? അല്ല, താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? താങ്കൾ അപേക്ഷ കൊടുത്തെടുത്താണോ? നിങ്ങൾ എന്തിനാ അത്ര വിറക്കണത്? എന്തിനാ താങ്കൾ CDR അപേക്ഷ കൊടുത്തെടുത്തതാണോ അരുണേ? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷപ്പെട്ടിരിക്കാൻ നാണമുണ്ടോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നാണമുണ്ടോ അഭിഭാഷകന്റെ പണി നടത്താൻ? അഭ്യാസം കയ്യിലിരുന്നാ മതി. അല്ല, എനിക്ക് എന്റെ അഭിഭാഷക വൃത്തിക്ക് താങ്കളുടെ ലൈസൻസ് വേണ്ട. അപേക്ഷ കൊടുത്താണോ CDR എടുത്ത്? വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ സ്ഥലത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ടടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച. പോകാം. അരുൺകുമാർ അപേക്ഷ കൊടുത്തിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു. ഏറ്റെടുക്കുന്നോ? ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വെല്ലുവിളി ഏറ്റെടുക്കുന്നു. അപ്പുറത്തുള്ള വെല്ലുവിളിച്ചാലും വെല്ലുവിളി ഏറ്റെടുക്കും. വെല്ലുവിളി ഏറ്റെടുക്കും. അല്ല, ഒച്ചെടുക്കില്ല. നമുക്ക് സർട്ടിഫൈഡ് കോപ്പിയാണോ സാർ എടുത്തത്? സർട്ടിഫൈഡ് കോപ്പി താങ്കൾ എടുത്തത് സർട്ടിഫൈഡ് കോപ്പി ആണെങ്കിൽ ഊരും പേരും ഇല്ലാത്തൊരു CDR എന്തിനാണെന്ന് FB ഇടുന്നത്? താങ്കൾ കോടതിയിൽ നീട്ടി സർട്ടിഫൈഡ് കോപ്പി ഇടാമല്ലോ. ഊരും പേരും ഇല്ലാത്ത സൈബർ ലിങ്കിന് ഒരു മാധ്യമപ്രവർത്തകയെ എറിഞ്ഞു കൊടുക്കുന്ന ഈ ഉടായ്പണി കാണിക്കുന്നത് എന്തിനാണ്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ അടക്കം ഇത് പുറത്തുവിട്ടല്ലോ. അന്നേരം ഒന്നും നിങ്ങൾക്ക് ഈ വികാര പ്രകടനം ഇല്ലല്ലോ. പാർട്ടി ചാനൽ അതല്ലേ? ഏത് ചാനലായിക്കോട്ടെ, പാർട്ടി ചാനലും നിങ്ങളും സർക്കാരും പോലീസും ചേർത്ത ഗൂഢാലോചന അതാണ്. അല്ലാതെ 10 കോൾ വിളിച്ചല്ല ഗൂഢാലോചന. എന്ത് മര്യാദകേട് കാണിച്ചോ? ഞാൻ പറയാം മര്യാദകേട്. ഒരു മാധ്യമ പ്രവർത്തകയെ സൈബർ കാളികൂളി സംഘത്തിന്, ഹൂളിഗൻ സംഘത്തിന് വേട്ടക്കിട്ട് കൊടുത്തു ശ്രീ കെ എസ് അരുൺകുമാർ. മര്യാദകേടാണ്. ആണുങ്ങളായാൽ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ ഗുണം കാണിക്കണം. മുഖ്യമന്ത്രിയുടെ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ്, ആ റിവൈസ്ഡ് യാത്രാ ഡീറ്റെയിൽസ് പോയത് ഈ മാധ്യമ പ്രവർത്തകയുടെ ഫോണിൽ നിന്ന് അതിന്റെ 1-ാം പ്രതിക്ക് പോയിട്ടുണ്ട്. അത് ഇന്നലെ വെളിപ്പെടുത്താത്ത കാര്യമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് പല വഴികളില്ലേ? പല വഴികൾ മൊത്തം മാധ്യമപ്രവർത്തകർക്ക് പോലീസ് കൊടുക്കുകയാണോ അരുണേ? നിങ്ങൾ ചോദിക്ക്. അങ്ങനെ പോലീസിന് പുറത്താക്കുന്നത് നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. ഗവർണർക്കെതിരെ SFIയുടെ കരിങ്കൊടി പാളയം സംസം ഹോട്ടലിന് മുന്നിലാണ് കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന് പറഞ്ഞ SFI സംസ്ഥാന നേതാവിന്റെ പേര് ഞാൻ പറയണോ? മാധ്യമപ്രവർത്തകരെ വിളിച്ചോ സംസ്ഥാന പേര് ഞാൻ പറയണോ? അരുണേ, അന്വേഷിക്കോ? CDR എടുക്കോ? SFI സംസ്ഥാന നേതാക്കളെ CDR എടുക്കോ? അല്ല,
എന്തെങ്ങനെയൊക്കെ താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് CDR പുറത്തിറക്കാത്തത്. ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്. സർ, താങ്കളുടെ സംസ്കാരം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് SFI നേതാക്കളുടെ പേരുകൾ ഇവിടെ പറയാത്തത്. എന്നെ നാവിൻ തുമ്പിലുണ്ട് ശ്രീ കെ എസ് അരുൺകുമാർ. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. ഷൂ എറിയുന്ന അക്രമ സംഭവം എങ്ങനെയാണ് ഈ ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ ഈ ഹാഷ്മിക്ക് എന്താ കാര്യം? നിങ്ങൾ പോലീസിന്റെ ലൈസൻസ് ആക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പണി നോക്ക്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇൻട്രോയുടെ ഭാഗമായി കുരയ്ക്കാം. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. പോലീസ് ഒക്കെ അന്വേഷിക്കട്ടെ. ശരി അതൊക്കെ ആയിക്കോട്ടെ. പോലീസ് അന്വേഷിക്കട്ടെ. ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? സാറിന് ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. ശ്രീ കെ എസ് അരുൺകുമാർ വിനീതയ്ക്ക് മെസ്സേജ് അയച്ചിട്ടില്ലേ? തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് താങ്കൾ പല മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ടില്ലേ ശ്രീ കെ എസ് അരുൺകുമാർ? ഇല്ലെന്ന് പറ, ഞാൻ തെളിയിക്കാം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് അരുൺകുമാർ മാധ്യമപ്രവർത്തകരെ ഫോണിൽ വിളിച്ചിട്ടില്ലേ? കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. കെ എസ് അരുൺകുമാറിന്റെ പുച്ഛോ മാധ്യമങ്ങളെ അങ്ങനെയൊക്കെ ഉപയോഗിച്ച ശ്രീ കെ എസ് അരുൺകുമാറിന്റെ മാധ്യമപ്രവർത്തകരുടെ പുച്ഛോ? താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ് ശ്രീ കെ എസ് അരുൺകുമാർ. താങ്കളുടെ അജണ്ടയ്ക്ക് വേണ്ടി താങ്കൾ മാധ്യമങ്ങളെ ഒരുപാട് ഉപയോഗിച്ച ആളാണ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് താങ്കൾ സ്ഥാനാർത്ഥിയാകുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് താങ്കൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ലോബിംഗ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് മാന്യം ചമയും. എന്നിട്ട് മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറി മാന്യം ചമയാൻ ശ്രമിക്കുന്നു. അതൊരു പോരായ്മ തന്നെയാണ്. അരുൺകുമാർ, സൗഹൃദത്തിന്റെ പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. പോട്ടെ, റീച്ച് കൂട്ടാനും വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ മത്സരം, കെട്ട മത്സരം ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് കാശ്മീരുടെ അഭ്യാസം കൈവശം വെച്ചാൽ മതി. തൃക്കാക്കര ബൈ ഇലക്ഷനിൽ താങ്കളെ പാർട്ടി മാറ്റി നിർത്തിയതാണ്. എന്തിനാണ് മാധ്യമങ്ങളോട് ലോബിംഗ് നടത്തിയത് ശ്രീ കെ എസ് അരുൺകുമാർ? അങ്ങനെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി മാധ്യമങ്ങളെ ലോബിംഗ് നടത്തിയ കെ എസ് അരുൺകുമാറിന് മാധ്യമങ്ങളോട് പുച്ഛം അല്ലേ? കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ നിയമപരമായി എന്തിനാണ് നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? നിയമപരമായി ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു കേസ് വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്ത് പേടിയെന്ന്? ഒരു പേടിയില്ല സർ. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. ഒരു മാധ്യമ പ്രവർത്തകയുടെ വിഷ്വൽ എടുക്കുക എന്ന് പറയുന്ന ആ ദൃശ്യം എടുത്തു വെച്ച് അതിന്റെ ഓഡിയോ കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ ഷൂ എന്ന ഗ്രാഫിക്സ് കയറ്റി പ്രചരിച്ചത് നിങ്ങളുടെ സഹാക്കളായ കള്ളന്മാരാണ്. നാട് ഭരിച്ച ഈ നാട് മുടിയും തിത്തൈ. പക്ഷെ ഇന്ന് ഇൻട്രോ മുതൽ താങ്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കും വാചകവും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപവും ഒരു ജനാധിപത്യ മര്യാദ പോയിട്ട് മര്യാദയുടെ 7 അയലക്കത്ത് പോലും വന്നിട്ടില്ല. ഞാൻ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. താങ്കൾ ഈ ചർച്ചയെ തുടങ്ങിയത് തന്നെ നവകേരള മാർച്ചിനെ അശ്ലീല സദസ് എന്ന് KPCC വിശേഷിപ്പിച്ചു. KPCC പ്രസിഡന്റ് താങ്കൾ വിശേഷിപ്പിച്ചത് അധമയാത്ര എന്ന് പറഞ്ഞിട്ടാണ്. അധമയാത്ര പറഞ്ഞില്ല, ധൂർത്തയാത്ര പറഞ്ഞത്. പോലീസിന് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട് SFI, ഓർമ്മയുണ്ടോ? മുട്ട കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് അമ്പരപ്പും ആശങ്കയോ അല്ലേ? അല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചാണ് നിങ്ങൾക്ക് ഒരു കീറഷു കാണുമ്പോൾ അങ്ങ് അമ്പരപ്പല്ലേ? അങ്ങ് കൊല്ലാൻ വരുന്ന എന്ന ഭീതിയല്ലേ അരുൺകുമാർ? നാണമുണ്ടോ? നാണത്തിന്റെ ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങളുടെ വാക്കുകളെല്ലാം അതിരുവിട്ടു പോവുകയാ. ആ വാക്കുകൾക്ക് അത് വടിയുള്ള മറുപടി ഞാൻ നൽകുന്നില്ല. ഇപ്പൊ താങ്കളുടെ നിലവാരമല്ലോ എന്റെ നിലവാരം. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. പച്ചക്കള്ളവും തോന്നിവാസവും ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്നു പറഞ്ഞിട്ട് വീണ്ടും ന്യായീകരിക്കാൻ വരുന്ന ഇതുപോലുള്ള നികൃഷ്ട ജന്മങ്ങളെ കുറിച്ചൊക്കെ പിന്നെ എന്തു പറയാനാണ് ഹാഷി? ഇത്രയും ഓപ്പണായി സംസാരിക്കുന്ന ആളെ ആദ്യമായിട്ട് കാണാം. നാണുണ്ടെങ്കിൽ അരുണെ താങ്കൾക്ക് നാണത്തിന്റെ ലെവലേഷൻ ഉണ്ടെന്ന് പറയാം. ഒരു ഡീറ്റെയിൽസ് എങ്കിലും പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പ്രവർത്തകർ വന്നു നിന്ന് ഷൂ അറിയാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രഹസ്യ പോലീസ് ആണെങ്കിൽ ഇറങ്ങി പോകണം. ആ രഹസ്യ പോലീസിനെ പിരിച്ചുവിടണം. അല്ലാതെ അതിന്റെ കലിപ്പ് തീർക്കാൻ, അതിന്റെ ചൊരുക്ക് തീർക്കാൻ മാധ്യമ പ്രവർത്തകരുടെ മണ്ടയ്ക്ക് കയറലല്ല വേണ്ടത്. അരുണേ, പറ്റിപ്പോയടാ. വേണ്ട നീ പലതവണ പറഞ്ഞതാ.